സുരേഷ്, നമുക്കറിയാം വിവിധ കാര്യങ്ങളിലാണ് ഇത്തരത്തിലൊരു തർക്കമുണ്ടാകുന്നത്. സാമ്പത്തിക കാര്യങ്ങളിലെ സുതാര്യതയായിക്കോട്ടെ, ഭാരവാഹികൾ തമ്മിലുള്ള ചേരിപ്പോരായിക്കോട്ടെ, വ്യക്തിപരമായ അധിക്ഷേപങ്ങളടക്കം ഉണ്ടാകുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു നാടകീയ നീക്കം, കൂട്ടരാജി, ഭരണസമിതി ഒന്നാകെ രാജിവെച്ചൊഴിഞ്ഞിരിക്കുന്നത്. അതായത് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ ഈ താരസംഘടനയായ അമ്മ കടന്നു പോകുന്നത് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ, അല്ലേ? തീർച്ചയായും താരസംഘടന അമ്മയിലെ 17 അംഗങ്ങളാണ്, ഭാരവാഹികളാണ് ഒരേ സമയം രാജി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് അമ്മ എന്നുള്ള ആ ഒരു താരസംഘടനയെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ശ്വേതാ മേനോൻ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഗൂഢാലോചന തനിക്കെതിരെ നടന്നു. ഇന്ന് ജനബോഡി യോഗമാണ്, വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ആ ഒരു സാഹചര്യത്തിലാണ് എതിർ വിഭാഗം, കാരണം പല ചെയ്തികളായി ഈ അമ്മ എന്നുള്ള താരസംഘടനയിലെ അഭിനേതാക്കൾ, താരങ്ങളടക്കം മാറി നിൽക്കുന്നു എന്നുള്ള സൂചനകൾ കഴിഞ്ഞ കുറേ മാസങ്ങളായി വന്നിരുന്നു. അത് പലപ്പോഴും പ്രകടവുമായിരുന്നു. ടിനി ടോമിനെതിരെ വലിയ ആരോപണങ്ങൾ അൻസിബ ഉന്നയിക്കുന്നു. പിന്നീട് അൻസിബ ലക്ഷ്മിപ്രിയക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഉണ്ണി ശിവപാലിനെ സംരക്ഷിക്കുന്ന നിലപാട് ശ്രീറാമിനോടക്കം ഒരു ഘട്ടത്തിൽ സ്വീകരിച്ചു എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ ഒരു ഭാഗത്ത് ഉന്നയിക്കപ്പെടുന്നു. അമ്മയിലെ മുൻ മാനേജറായിരുന്ന അതുല്യ നടത്തിയ വലിയ രീതിയിലുള്ള വെളിപ്പെടുത്തലും പരാമർശങ്ങളും ഉണ്ടായിരുന്നു. ഇങ്ങനെ എല്ലാ രീതിയിൽ നോക്കുമ്പോൾ ഈ ശ്വേതാ മേനോനും പ്രസിഡന്റും കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള ആ ഒരു ഭാരവാഹികൾ ഈ പദവി ഏറ്റെടുത്തതിനു ശേഷം ഒന്നിനു പിറകെ ഒന്നായി വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ, പ്രതിസന്ധികൾ അമ്മ എന്നുള്ള ഈ ഒരു താരസംഘടനയിൽ ഉടലെടുത്തിരുന്നു. ഇപ്പോഴും ശ്വേതാ മേനോൻ മുന്നോട്ട് വെക്കുന്ന പ്രധാന ആരോപണങ്ങൾ തനിക്കെതിരെ തന്നെ പുറത്താക്കാൻ, താൻ ഉൾപ്പെടെയുള്ള ഭാരവാഹികളെ പുറത്താക്കാൻ മുന്നിട്ട് നിൽക്കുന്നത് സിദ്ദിഖാണ്, ഇടവേള ബാബുവാണ്, ബാബുരാജാണ്. ഇവർ മുൻ ഭാരവാഹികളായിരുന്നു. ഈ ഭാരവാഹികൾ തന്നെയാണ് വീണ്ടും അധികാരം പിടിക്കാനുള്ള ഒരു കിടമത്സരത്തിന്റെ ഭാഗമായിട്ട് ഇത്തരമൊരു നീക്കം നടത്തുന്നു എന്നുള്ള വിമർശനം തന്നെയാണ് ശ്വേത മുന്നോട്ട് വയ്ക്കുന്നത്. തിരക്കഥയ്ക്കനുസരിച്ചാണ്, ഗൂഢാലോചന കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നത് എന്നതാണ് ശ്വേത മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. ആസൂത്രിതമായ ഒരു നീക്കം നടത്തുമ്പോൾ പല താരങ്ങളും എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്നുള്ള ആ വിമർശനങ്ങളും ചോദ്യങ്ങളും അവർ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് ശ്രദ്ധേയമാണ്. ഇന്ന് താരസംഘടനയായ അമ്മയുടെ ജനബോഡി യോഗം നടക്കുമ്പോൾ മമ്മൂട്ടി അടക്കമുള്ള, സുരേഷ് ഗോപി അടക്കമുള്ള താരങ്ങൾ വിട്ടുനിന്നു, പ്രമുഖ താരങ്ങൾ വിട്ടുനിന്നു. മോഹൻലാൽ മാത്രമാണ് യോഗത്തിൽ പങ്കെടുത്തത്. ഇങ്ങനെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഒരു ഘട്ടത്തിൽ ഈ ജനബോഡി നടക്കുമ്പോൾ ഈ കണക്ക് കൃത്യമായും അവതരിപ്പിക്കണം എന്ന്, ഈ നിങ്ങൾ അവതരിപ്പിച്ച കണക്കുകൾ വ്യക്തതയില്ല എന്ന് സിദ്ദിഖ് ആവശ്യപ്പെട്ടപ്പോഴാണ് ശ്വേതാ മേനോൻ പറഞ്ഞത്, ഞങ്ങൾ കൃത്യമായ രീതിയിലുള്ള കണക്ക് തന്നെയാണ് അവതരിപ്പിച്ചത്. ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ ഉണ്ടെങ്കിൽ അത് 45 ദിവസത്തിനുള്ളിൽ കൃത്യമായ രീതിയിൽ കണക്ക് അവതരിപ്പിക്കാം, അതിനുള്ള ഒരു സാവകാശം ഈ ഭാരവാഹികൾക്ക് നൽകണം എന്ന് പറയുമ്പോൾ അത് പറ്റില്ല, ഇപ്പോൾ തന്നെ അവതരിപ്പിക്കണം എന്നുള്ളൊരു പിടിവാശിയാണ് സിദ്ദിഖ് അടക്കം മുന്നോട്ട് വെച്ചത്. ഈ ഒരു ഘട്ടത്തിലാണ് ഞാൻ ഈ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നുള്ള നിലപാട് ശ്വേതാ മേനോൻ പ്രഖ്യാപിച്ചത്. പക്ഷേ പിന്നീട് മറ്റംഗങ്ങളും മറ്റ് താരങ്ങളും അഭിനേതാക്കളും അടക്കം ശ്വേതയെ അനുനയിപ്പിക്കാനുള്ള ഒരു നീക്കം നടത്തുമ്പോഴാണ് പിന്നീട് വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. കാരണം പരസ്യമായ പ്രത്യാരോപണങ്ങൾ ആ യോഗത്തിൽ ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ കെ വി ഗണേഷ് കുമാർ മോഹൻലാലോട് ഇടപെടണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുകയാണ്. അങ്ങനെ ലാലേട്ടൻ വികാരഭരിതനായിട്ട് തന്നെയാണ് ആ വാക്കുകൾ ആ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞ ഏറ്റവും ശ്രദ്ധേയമായത്, ഈ ഒരു താരസംഘടനകൾ കാലങ്ങളായി ഈ സിനിമയെ ഉപജീവനമാക്കിയെടുത്ത ഏറ്റവും താഴെക്കിടയിലുള്ള അഭിനേതാക്കൾ, അവർക്ക് കൂടി ഉപകാരപ്രദമാകുന്ന ഒരു സംഘടനയാണ്, സമൂഹത്തിൽ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്ന ഒരു സംഘടനയാണ്. ഈ സംഘടന ഒരിക്കലും ഇല്ലാതാക്കാൻ ആർക്കും കഴിയില്ല. അങ്ങനെ ഒരു ഇടപെടൽ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു വിശദീകരണം പോലും ലാലേട്ടന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. അതായത് ഈ കിടമത്സരം ലാലേട്ടനെ പോലുള്ള ഈ പ്രമുഖ താരങ്ങളെ എത്രത്തോളം വേദനിപ്പിക്കുന്നു. കാരണം ഈ താരസംഘടനയായ അമ്മയുടെ ഷോ അടക്കം ഈ വർഷം എന്തുകൊണ്ട് നടത്തിയിട്ടില്ല എന്നുള്ള ചോദ്യമാണ് സിദ്ദിഖ് മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം കണക്കുകളിൽ പൊരുത്തക്കേടുകളുണ്ട്, നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല, നിങ്ങൾ ഭാരവാഹിത്വം ഏറ്റെടുത്തതിനു ശേഷം ആരോപണങ്ങൾ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ, യാതൊരുവിധ കണക്കുകളും അവതരിപ്പിക്കാൻ കഴിയുന്നില്ല, ഷോ അടക്കം സംഘടിപ്പിക്കാൻ കഴിയുന്നില്ല, പിന്നീട് എന്തിന് നിങ്ങൾ എന്നുള്ള ഈ ഒരു സംഘടന, നിങ്ങൾ ഭാരവാഹികളായി ഈ സംഘടനയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള കർക്കശമായ നിലപാട് സിദ്ദിഖ് മുന്നോട്ട് വെച്ചപ്പോഴാണ് അതിനെ പിന്താങ്ങി ബാബുരാജും ഇടവേള ബാബുവൊക്കെ രംഗത്ത് വന്നപ്പോഴാണ് ശ്വേതാ മേനോനടക്കമുള്ള 17 ഭാരവാഹികളും ഒരേ സമയം രാജി പ്രഖ്യാപിച്ചിറങ്ങിയത്. അത് തന്നെയാണ് ശ്വേതാ മേനോൻ പിന്നീട് പറഞ്ഞത്,
ബാബുരാജ് സെപ്റ്റംബർ 1 മുതലുള്ള എല്ലാ കണക്കുകളും എൻ്റെ പക്കലുണ്ട്. അത് കൃത്യമായി ഞാൻ അവതരിപ്പിക്കാൻ തയ്യാറാണ്. പക്ഷേ ബാബുരാജ് അടക്കം, ഇടവേള ബാബു അടക്കം, സിദ്ദിഖ് അടക്കം ഭാരവാഹിത്വം ഉണ്ടായിരുന്ന മുൻ ഭരണസമിതിയിലെ കണക്കുകളിലാണ് പൊരുത്തക്കേടുകളുള്ളത്. അതവർ കൃത്യമായിട്ട് അവതരിപ്പിച്ചിട്ടില്ല. ഇപ്പോൾ ഞങ്ങളുടെ മേൽ കുറ്റം പഴിചാരുന്ന ഈ എല്ലാ കുറ്റങ്ങളും ചാർത്തുന്ന ഒരു സമീപനമാണ് ഉണ്ടായത്. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഒരു പാവയായി ഒരു അലങ്കാരികമായ പദവിയിൽ ഈ ഒരു സ്ഥാനത്തിരിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് മാത്രമല്ല, താൻ ഒരു ഭാരവാഹി ആയതുകൊണ്ട് തന്നെ, ഒരു പ്രസിഡന്റ് പദവിയിൽ ഇരുന്നത് കൊണ്ട് തന്നെ പലതും എനിക്ക് പറയാനുള്ള പറയാൻ പറ്റാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥയുണ്ടായിരുന്നു. ആ ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട് പലതും വിളിച്ചു പറയാൻ എനിക്കൊരു മടി ഉണ്ടായിരുന്നു. പക്ഷേ ഞാനിതാ പ്രാഥമിക അംഗത്വം പോലും ഒഴിയുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൃത്യമായ നിലപാടുകൾ വ്യക്തമാക്കുന്നത്. ആസൂത്രണം നടന്നിട്ടുണ്ട് ഞങ്ങളെ പുറത്താക്കാൻ വേണ്ടി. ഇപ്പോൾ വരുന്ന പുതിയ ആരോപണങ്ങളടക്കം ഇതിൻ്റെ പേരിൽ തന്നെ പലരും പടച്ചുവിടുന്നതാണോ എന്നുള്ള സംശയം പോലും ശ്വേത മേനോൻ മുന്നോട്ട് വയ്ക്കുകയാണ്. അങ്ങനെ ഇനി എന്താണ് അമ്മ എന്നുള്ള ഈ താരസംഘടനയുടെ ഭാവി എന്ന ചോദ്യത്തിന് ലാലേട്ടൻ പറഞ്ഞത് തന്നെയാണ് കൃത്യമായ ഉത്തരം. കാരണം അമ്മ എന്നുള്ള താരസംഘടന ഒരിക്കലും തകരില്ല. കാരണം ലാലേട്ടനടക്കമുള്ള പ്രമുഖ താരങ്ങൾ ഉള്ളിടത്തോളം കാലം അവർ ചുക്കാൻ പിടിച്ചുകൊണ്ട് അവർ സാരഥ്യം വഹിച്ച് കെട്ടിപ്പടുത്ത ഈ താരസംഘടനയെ ഒരിക്കലും തകർക്കാൻ കഴിയില്ല എന്ന് മോഹൻലാൽ തന്നെ പറഞ്ഞു വെക്കുമ്പോൾ സിനിമാ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം, അഭിനേതാക്കളെ സംബന്ധിച്ചിടത്തോളം അമ്മ എന്നുള്ള ആ ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം ശുഭകരമായിട്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഒരു താൽക്കാലികമായ ഒരു സമിതിയെ ഇനി ഭരണത്തിന്റെ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള ഒരു സാധ്യതയിലേക്കാണ് പോകുന്നത്. അവിടെയാണ് മോഹൻലാൽ പ്രസിഡന്റ് പദവിയിലേക്ക് തിരികെ എത്തണം, സുപ്രധാനപ്പെട്ട പദവികളിലേക്ക് ഈ താരങ്ങളടക്കം മടങ്ങി വരണം.